നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 362-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള മീഡിയ അക്കാദമി കേരള ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കേരള പത്രപ്രവർത്തക യൂണിയന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള IMFK തിരുവനന്തപുരത്ത് വിജയകരമായി സമാപിച്ചു. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 2 വരെ 4 ദിവസങ്ങളിലായി ടാഗോർ തിയേറ്ററിലും പ്രത്യേകമൊരുക്കിയ വേദിയിലും മാനവീയം വീഥിയിലുമായി നടന്ന ഫെസ്റ്റിവൽ ഗാസയിലെ വംശഹത്യക്കെതിരെയുള്ള കേരളത്തിന്റെ മനസാക്ഷിയുടെ ശബ്ദമായി മാറി. ദേശീയ അന്തർദേശീയ പ്രശസ്തരായ മാധ്യമ പ്രവർത്തകർ പങ്കെടുത്ത കേരളത്തിന്റെ അന്താരാഷ്ട്ര മാധ്യമോത്സവം സെപ്റ്റംബർ 30-ന് ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. ഐക്യ കേരളം രൂപം കൊണ്ടതിനു ശേഷം 1957 അധികാരത്തിലെത്തിയ EMS സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വാർത്തയുടെ അന്നത്തെ പത്രങ്ങളുടെ 1-ാം പേജ് ഉൾക്കൊള്ളുന്ന ന്യൂസ് ബോർഡ് വേദിയിൽ അനാവരണം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള IMFK ഉദ്ഘാടനം ചെയ്തത്. ഈ കാലം മാധ്യമപ്രവർത്തനം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ്. ആ ഘട്ടത്തിൽ മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്തർദേശീയ മാധ്യമോത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായി മാധ്യമങ്ങൾ വർത്തിച്ചൊരു കാലം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് ഇന്നിവിടെ അതിഥികളായി പങ്കെടുക്കുന്നത്. ഇന്ന് ആ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. പുതിയ കാലത്ത് മൂലധന താൽപ്പര്യങ്ങളാണ് മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പുതിയൊരു മാധ്യമ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുത്തക മുതലാളിത്തം അരങ്ങുവാഴുന്ന നവലിബറൽ ക്രമത്തിൽ മാധ്യമ മുതലാളിമാരുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മൗനം ഭജിക്കാനാണ് ആധുനികകാല മാധ്യമപ്രവർത്തകരിൽ ചിലർ നിർബന്ധിതരാവുന്നത്. രാജ്യത്തെ ഭൂരിഭാഗം മാധ്യമങ്ങളുടെയും നിയന്ത്രണം ഇവിടെയുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. കേരളവും ഇന്ത്യയും എന്നും പലസ്തീൻ്റെ ഒപ്പമായിരുന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന വംശീയ കൂട്ടക്കൊലയ്ക്കെതിരെ ശബ്ദമുയർത്താനുള്ള വേദിയായും ഈ മാധ്യമോത്സവത്തെ മാറ്റി തീർക്കാനുള്ള സംഘാടകരുടെ ശ്രമം അഭിനന്ദനീയമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലകളിലെയും മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളുന്ന മാധ്യമലോകത്തെ മഹാമേളയായി കേരളത്തിന്റെ അന്താരാഷ്ട്ര മാധ്യമോത്സവം മാറുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു പറഞ്ഞു. ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി റിയൽ കേരള സ്റ്റോറി എന്ന ഒരു ഫോട്ടോ ഓഡിയോ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളം എങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും
ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ എക്സിബിഷൻ നടത്തുന്നത്. ഈ പ്രദർശനത്തിൻ്റെ തുടർച്ചയായി 500 മാധ്യമ വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ റിയൽ കേരള സ്റ്റോറി അടയാളപ്പെടുത്തുന്നതിന് ഒരു കേരള മീഡിയ ട്രാവൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൂടി ഈ സമ്മേളനത്തെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് സമ്മേളനത്തിൽ പങ്കെടുത്തു. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് ഫെസ്റ്റിവൽ പ്രതിനിധികൾ ഒപ്പിട്ട സന്ദേശച്ചുരുൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അംബാസിഡർക്ക് കൈമാറി. This gathering is celebrating of solidarity and the power of media, power that shed light on the truth, gave voice to the voiceless people, likewise us, and connect people from across border. For Palestine, both solidarity and media have always been essential to share our reality with the world and to keep the truth alive despite attempt to silence us. The solidarity of Kerala and its people with Palestine is a source of a great strength for us, and we remain deeply grateful. May this campaign and festival succeed in inspiring dialogue, promoting truth, and strengthening the value of freedom and dignity for all. From the heart of West Africa rises a fearless voice of truth, Mariam Ouedraogo. Born in Ivory Coast, rooted in Burkina Faso, she chose journalism as her weapon to tell the untold stories of women, children, and families scarred by war. Her courage and compassion have earned her global honors: the Bayou Calvados Award, the Knight International Journalism Award, and the title of Burkina Faso's Best Journalist 3 years in a row. And today, with pride and respect, we say, hearty welcome to Mariam Ouedraogo, who has been selected for the Kerala ആഫ്രിക്കയിലെ Media Academy ബുർക്കിന ഫാസോയിൽ Media Person പട്ടാള of the അട്ടിമറിയെ Year തുടർന്ന് 2000. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ജീവിത ദുരിതത്തിന്റെ അപമാനത്തിന്റെ തീക്ഷ്ണ യാഥാർത്ഥ്യം ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രശസ്ത ആഫ്രിക്കൻ മാധ്യമപ്രവർത്തക മറിയ മൗഡ്രിഗോ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. Je remercie sincèrement l'Académie pour cette reconnaissance et je félicite mes 2 autres confrères également distingués ce soir. Car depuis 3 ans, l'Académie des médias récompense dans le monde entier les journalistes d'exception dont la qualité des écrits et la pertinence des sujets évoqués dans leurs articles ont contribué à éclairer la société sur des questions cruciales. ഈ അംഗീകാരത്തിന് അക്കാദമിയോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ അവാർഡ് ലഭിച്ച എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി കേരള മീഡിയ അക്കാദമി ലോകമെമ്പാടുമുള്ള ധീരരായ പത്രപ്രവർത്തകരെ ആദരിച്ചു വരുന്നു. അവരുടെ ധീരമായ എഴുത്തും അവരുടെ ലേഖനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ പ്രസക്തിയും നിർണായക വിഷയങ്ങളിൽ സമൂഹത്തെ പ്രബുദ്ധമാക്കാൻ സഹായിച്ചു. Few voices in Indian journalism carry such authority as Karan Thapar. Armed with a razor-sharp intellect, educated at Doon, Cambridge and Oxford, he brought a rare global perspective to Indian television. With him, power never goes unquestioned. An award-winning journalist, columnist and author, today with pride and respect we say, hearty welcome to Karan Thapar, who has been selected for the Kerala Media Academy's Indian Media Person of the Year Award. കേരള മീഡിയ അക്കാദമിയുടെ 2022 ഇന്ത്യൻ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് പ്രശസ്ത മാധ്യമപ്രവർത്തകനും അഭിമുഖകാരനുമായ കരൺ ഥാപ്പർക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. It is a pleasure and an honor to be in Kerala. It is a state that I don't know as well as I ought to, and I feel ashamed and embarrassed about that. But having come today, there's one thing that I can promise all of you: I will return.
I'm deeply grateful for the award that you've given me, Mr. Babu, and to the Kerala Media Academy for this honor. I shall cherish it and treasure it and long remember this wonderful day. Thank you very much indeed. In Indian journalism, few names shine as brightly as Rajdeep Sardesai, journalist, author, and public intellectual. From the Times of India to NDTV's The Big Fight, and as co-founder of CNN-IBN, he created platforms where truth was pursued with rigor. His fearless reporting from the Gujarat riots to India's elections earned him the Ramnath Goenka Award and the Padma Shri. Today at the India Today Group, he continues to defend democracy and inspire new generations. And now, hearty welcome to Rajdeep Sardesai, who has been selected for the Kerala Media Academy's Indian Media Person of the Year Award 2024. കേരള മീഡിയ അക്കാദമിയുടെ 2024 ഇന്ത്യൻ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് പ്രശസ്ത ദൃശ്യമാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ രാജ്ദീപ് സർദേശായി മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. I'm truly touched and humbled to accept this award today, particularly in a state like Kerala, which I believe remains one of the last bastions of journalism in this country. I don't think there is any other state where journalists, by their very nature, are anti-establishment. Kerala's journalists have over the years shown that they know how to speak truth to power. And the very fact that you have so many high circulating newspapers even today shows the trust that the people of Kerala have in journalism. പ്രഥമ VPR പുരസ്കാരത്തിന് അർഹനായ അനസുദ്ദീൻ ആസീസ്, ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ, ബസ്തറിലെ മാധ്യമപ്രവർത്തക പുഷ്പ റോക്ടെ എന്നിവർ അക്കാദമിയുടെ ആദരവ് ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകരും മാധ്യമബന്ധുക്കളും മാധ്യമ വിദ്യാർത്ഥികളും നിറഞ്ഞ ചടങ്ങിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ TV സുഭാഷ് IAS സ്വാഗതം ആശംസിച്ചു. ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള ഈ തവണത്തെ അതിൻ്റെ പ്രഖ്യാപിത ഐഡിയോളജി പറയുന്നത് മീഡിയ ഫോർ ട്രൂത്ത്, മീഡിയ ഫോർ പീസ്. മലയാള മനോരമ മുൻ എഡിറ്റർ തോമസ് ജേക്കബ്, ജനയുഗം എഡിറ്റർ രാജാജി മാത്യു തോമസ്, കവിയും മാധ്യമപ്രവർത്തകനും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായ പ്രഭാവർമ്മ, കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP രജി എന്നിവർ സംസാരിച്ചു. കേരള മീഡിയ അക്കാദമി സെക്രട്ടറി അരുൺ SS നന്ദി പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന് മുന്നോടിയായി സെപ്റ്റംബർ 29 വൈകിട്ട് ടാഗോർ തിയേറ്ററിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടന്നു. ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത ഐക്യദാർഢ്യ സദസ്സിൽ ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് മുഖ്യാതിഥിയായി. പലസ്തീൻ പതാകയുടെ നിറമണിഞ്ഞ പട്ടങ്ങൾ കുരുത്ത ബലൂണുകൾ ആകാശത്തേക്കുയർത്തിക്കൊണ്ടാണ് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിന് തുടക്കം കുറിച്ചത്. അതിജീവനത്തിനായുള്ള ഒരു ജനതയുടെ സ്വപ്നത്തോളം ഉയരത്തിൽ ആകാശനീലിമയിൽ പലസ്തീൻ പട്ടങ്ങൾ പറന്നുയർന്നു. വേദിയിൽ മന്ത്രി KN ബാലഗോപാലും അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷും ചേർന്ന് മൺജരാതുകൾ തെളിയിച്ചു. മനുഷ്യ സംസ്കാരം മുന്നോട്ട് പോകാൻ മാത്രമേ ഓരോ സമൂഹത്തെയും പ്രേരിപ്പിക്കുന്നുള്ളൂ, ഓരോ കാലഘട്ടത്തെയും പ്രേരിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണോ മനുഷ്യൻ്റെ നേരെ അക്രമം വരുന്നത്, നമ്മളെപ്പോലുള്ള മനുഷ്യർ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വേദനിക്കുന്നത്, അവർക്ക് അനുകൂലമായി ചിന്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊന്നാം ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്
പത്രപ്രവർത്തകരാണ് ലോകത്തെവിടെയും. പത്രപ്രവർത്തകരെന്നാൽ ഇന്നത്തെ വ്യവസ്ഥാപിത പത്രപ്രവർത്തനം മാത്രമല്ല, സമൂഹത്തിൽ ഈ കാര്യങ്ങൾ തുറന്നറിയിക്കാനും പറയുവാനും ആ വേദനിക്കുന്നവർക്ക് വേണ്ടി സഹായം എത്തിക്കേണ്ടവർക്ക് വേണ്ടി സംസാരിക്കാനും തയ്യാറാവുന്ന വിശാലമായ മാനവിക ബോധവും മനസ്സുമുള്ള ആളുകളുടെ പ്രതിനിധികളാണ് പത്രപ്രവർത്തകർ. വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് അവിടെയൊക്കെ പത്രപ്രവർത്തനത്തിന് പോകുന്നത്. അല്ലാതെ വളരെ സുഖകരമായ റിപ്പോർട്ടിങ്ങിനല്ലല്ലോ ആരും ഈ ഗാസ മുനമ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ ഗാസ മുനമ്പിൻ്റെ അടുത്തേക്ക് ന്യായമായി പത്രം റിപ്പോർട്ട് ചെയ്യാൻ വന്നാൽ ഏത് വലിയ പത്രത്തിൻ്റെ ഏജൻസിയുടെ ആളായാലും, അത് റോയിട്ടേഴ്സ് ആയാലും ലോകോത്തരമായ മറ്റ് ഏജൻസി ആയാലും BBC ആയാലും ആരായാലും നിങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാളെ ഒരു കുഞ്ഞു പോലും, മീഡിയ അക്കാഡമി പഠിക്കുന്ന കുഞ്ഞെന്നല്ല, വേറെ ഒരു മീഡിയ പ്രവർത്തകൻ പോലും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വരരുത് എന്നാണ് ആ പറഞ്ഞ അക്രമത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ അത് സ്ഥിരമായി വിജയിക്കാൻ പോകുന്നൊരു കാര്യമല്ല. പാലസ്തീൻ എന്ന് പറയുന്നത്, അവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്, എവിടെയാണോ സാധാരണ പാവപ്പെട്ട മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്, അത് ഏത് സ്ഥലത്തായാലും അതിനകത്ത് ജാതിയും മതവും ഒന്നുമില്ല. വിശ്വാസവും മതങ്ങളുമൊക്കെ മനുഷ്യൻ്റെ വേദന ഒപ്പാനാണ്. രാജ്യം, അധികാരം എല്ലാം ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കാനാണ്. കണ്ടുപിടുത്തങ്ങൾ, നേട്ടങ്ങൾ, പുരോഗതി എല്ലാം മനുഷ്യന് ജീവിതം മെച്ചപ്പെടുത്താനാണ്. ആ മെച്ചപ്പെടുത്താനുള്ള ജീവിതത്തെ ഏറ്റവും തെറ്റായ രീതിയിൽ ആര് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും മനുഷ്യൻ അതിനെതിരെ നിൽക്കും. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഈ ഐക്യദാർഢ്യം ഉൾപ്പെടെ. അവിടെ ആ ചിത്രത്തിൽ 300ഓളം ജേർണലിസ്റ്റുകളുടെ ചിത്രമാണ്. ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഗാസയിൽ വന്നപ്പോൾ അവിടെ പിടഞ്ഞു വീണ് മരിച്ച 300ഓളം വരുന്ന രക്തസാക്ഷികളായ പത്രപ്രവർത്തകരാണ്. അവർ നമ്മളെപ്പോലെ തന്നെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ട ആളുകളാണ്. പക്ഷേ തെറ്റായ കാര്യങ്ങളോ എന്തായാലും അവർ കണ്ട കാര്യങ്ങൾ, അവിടുത്തെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ രക്തസാക്ഷികളായത്. അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ഗാസയിലെ കുഞ്ഞുങ്ങൾക്കും ഗാസയിലെ ജനങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ജനാധിപത്യവും മനുഷ്യ സ്നേഹവും നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളായ മുഴുവൻ പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മളെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ മാറ്റട്ടെ. ഈ മീഡിയ അക്കാഡമി സംഘടിപ്പിച്ച് പാലസ്തീൻ ഐക്യദാർഢ്യത്തിൽ ഇവിടെ നടത്തിയ ഈ എക്സിബിഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്തിക്കാൻ വേണ്ടി സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. I appeal to each one of you. Every one of you here can be a game changer. Everyone have his smartphone. This is the most important tools in our hand, not as a Palestinian, but as a human being, have one shared future. Don't stop sharing the photos and videos coming out from Gaza and West Bank across all the media platforms. This is very important. Share them with the political leaders who are complicit or directly involved in this genocide. Let them wake up and go to sleep haunted by the image of amputated children. ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവലിൻ്റെ മുഖ്യമായ മുദ്രാവാക്യം മീഡിയ ഫോർ പീസ് എന്നതാണ്. സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊച്ചു കേരളം ലോകത്തിലെ മറ്റ് മാധ്യമപ്രവർത്തകർക്ക് കൂടി മാതൃക നൽകുകയാണ്. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് KP രജി, ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, പത്മശ്രീ G ശങ്കർ, സംവിധായകൻ TK രാജീവ് കുമാർ, മാധ്യമപ്രവർത്തകരായ PP ജെയിംസ്, ഷാഹിന KK, കിരൺ ബാബു, KUWJ ജില്ലാ സെക്രട്ടറി അനുപമ G നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ ഗാസ പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കേരള മീഡിയ അക്കാദമി സെക്രട്ടറി അരുൺ SS സ്വാഗതം ആശംസിച്ചു. B ചന്ദ്രകുമാർ നന്ദി പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമോത്സവം IMFKയുമായി ബന്ധപ്പെട്ട് വിവിധ വേദികളിൽ വിവിധ വിഷയങ്ങളിൽ നിരവധി പരിപാടികൾ അരങ്ങേറി. പ്രശസ്ത മാധ്യമപ്രവർത്തകരായ മറിയം ഒഡ്രിഗോയും ഖരൺ ഥാപ്പറും പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷുമൊക്കെയായുള്ള മുഖാമുഖങ്ങൾ, മാധ്യമപ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിലുമായി ബന്ധപ്പെട്ട് പ്രമുഖർ പങ്കെടുത്ത ചർച്ചകൾ, AI, യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ നയിച്ച ശില്പശാലകൾ, കലാപരിപാടികൾ, അങ്ങനെ
അവയെല്ലാം മാധ്യമജാലകത്തിന്റെ ഇനി വരുന്ന ലക്കങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന്റെയൊക്കെ പൂർണ്ണരൂപം കേരള മീഡിയ അക്കാദമിയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകളിൽ പിന്നീട് നിങ്ങൾക്ക് വിശദമായി കാണാനും കഴിയും. അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത ഗായകൻ അതുൽ നറുകരയും സംഘവും അവതരിപ്പിച്ച സംഗീത പരിപാടിയിൽ നിന്നുള്ള ഒരു ഗാനത്തോടെ ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകൂ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകൂ. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടി തയ്യേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തയ്യേ. ഒരു താളത്തിൽ കൈയടിച്ചു റെഡിയല്ലേ? 1 2 3 സ്റ്റാർട്ട്. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. 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 പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാം വയ്യടി തയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാം വയ്യടി തയ്യേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടി തയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാം വയ്യടി തയ്യേ. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. എല്ലാവരും കൂടി താളത്തെ കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകോ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകോ. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടി തയ്യേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തയ്യേ. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടി തയ്യേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തയ്യേ. തനതിന്ത താനതന്തിന തനതിന്ത താനതന്തിന തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. തനതിന്ത താനതന്തിന